hello, good morning, good afternoon, and good evening from wherever you are watching us. Thank you for whoever is watching us. My name is Elsie. എൻ്റെ പേര് എൽസി. ഞാനൊരു നേഴ്സാണ്. ഞാൻ ഓസ്ട്രേലിയയിലെ ക്യൂൻസ്ലാൻഡിലെ നേഴ്സ് യൂണിറ്റ് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. അതോടൊപ്പം റീസെൻ്റ്ലി ഞാനും ഹസ്ബൻഡും കൂടെ ഒരു ഓൺലൈൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ആ ഓൺലൈൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒത്തിരിയും ക്വസ്റ്റ്യൻസ് വ്യൂവേഴ്സിൽ നിന്നും ഈവൻ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിൽ നിന്നും കസിൻസിൽ നിന്നും ഒക്കെ ക്വസ്റ്റ്യൻസ് വന്നു. എന്താണ് ചെയ്യുന്നത്, ജെനുവിൻ ആണോ, എന്താണ് സെല് ചെയ്യുന്നത്, അങ്ങനെ ഒത്തിരി ക്വസ്റ്റ്യൻസ്. അപ്പോൾ വിചാരിച്ചു ഈ ഇങ്ങനെ ലൈവ് വന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരിക്കാത്ത ഒരു കാര്യമാണ് ജീവിതത്തിൽ ചെയ്യുമെന്ന്. പക്ഷേ താങ്ക്സ് ടു ഗോഡ് for giving me this opportunity and strength and supporting me. ഈ ലൈവ് വന്ന് ഈ വ്യൂവേഴ്സിൻ്റെ ക്വസ്റ്റ്യൻസ്, ആ ഡൗട്ട്സ്, ഈ ബിസിനസ്സിലുള്ള ക്വസ്റ്റ്യൻസ് ക്ലാരിഫൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ ഫാമിലി ആയിട്ട് UK 17 വർഷം മുമ്പ് ഓസ്ട്രേലിയയിലേക്ക് മൂവ് ചെയ്തതാണ്. അങ്ങനെ 3 സ്റ്റേറ്റ് മാറി ഇപ്പോൾ ക്യൂൻസ്ലാൻഡിലെ സൺഷൈൻ കോസ്റ്റിൽ ഫൈനലി സെറ്റിൽ ചെയ്തിരിക്കുന്നു. ഞങ്ങൾക്ക് 2 ബ്യൂട്ടിഫുൾ ബോയ്സ് ഉണ്ട്. അങ്ങനെ അവരുടെ കൂടെ ഇവിടെ ജീവിക്കുന്ന സമയത്ത് ഒരു എക്സ്ട്രാ ഇൻകം, നമ്മൾ ജോലി ചെയ്ത് നല്ല പൈസ കിട്ടുന്നുണ്ട്. പക്ഷേ ഓസ്ട്രേലിയയിലെ എക്സ്പെൻസസ് അറിയാലോ, അത്രയും ഒരു എക്സ്പെൻസ് ഉള്ള ഒരു സ്ഥലത്ത് നമുക്കൊരു അഡീഷണൽ ഇൻകം എങ്ങനെ കിട്ടാം എന്നുള്ളതിനെ കുറിച്ചുള്ള റിസർച്ചിന്റെ ഒരു ഭാഗമായിട്ടാണ് ഈ ഒരു ബിസിനസ്സിനെ കുറിച്ച് അറിയുകയും അതിൽ ജോയിൻ ചെയ്യാനുള്ള ഒരു ഭാഗ്യം കിട്ടിയത്. അപ്പോൾ ഈ ബിസിനസ്സിലെ എൻ്റെ അസോസിയേറ്റ്സ് ആയ എൻ്റെ മെൻറ്ററാണ് ജാൻസി. അതുപോലെ ജാൻസിയുടെ മെൻറ്ററായ നിഷ UK ജോയിൻ ചെയ്തിരിക്കുന്നു. ജാൻസി ഓസ്ട്രേലിയയിലെ അഡലൈഡിൽ നിന്ന് ജോയിൻ ചെയ്തിരിക്കുന്നു. താങ്ക് യു വെരി മച്ച് ഫോർ ബോത്ത് ഓഫ് യു ഫോർ അക്സെപ്റ്റിംഗ് മൈ ഇൻവൈറ്റ് ആൻഡ് കമ്മിങ് ടു മൈ പേജ്. താങ്ക് യു വെരി മച്ച്. നിഷ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാവോ ഇനി? ഫസ്റ്റ് ഓഫ് ഓൾ എ ബിഗ് താങ്ക് യു എന്നെ ഇൻവൈറ്റ് ചെയ്തതിനകത്ത്, ഒരു ലൈവിലേക്ക് ഇൻവൈറ്റ് ചെയ്തതിന്. എൻ്റെ പേര് നിഷ അനൂപ്. ഞാൻ ഹസ്ബൻഡും കുഞ്ഞുമായിട്ട് UK സെറ്റിൽഡ് ആണ്. ഈ പറഞ്ഞ പോലെ ഞാനും ഒരു നേഴ്സ് തന്നെയാണ്. പിന്നെ അതാണ് എന്നെ കുറിച്ചുള്ള ഒരു ഇൻട്രഡക്ഷൻ. പിന്നെ എൻ്റെ നഴ്സിംഗ് ജോലിയോടൊപ്പം തന്നെയാണ് ഞാനും ഈ ഓൺലൈൻ ബിസിനസ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടൊരു 1.5 years, നിയർലി 2 years ആവുന്നു. സക്സസ്ഫുൾ ആയിട്ട് വളരെ സന്തോഷത്തോടെ എനിക്ക് ഈ ബിസിനസ് ചെയ്യാനും പറ്റുന്നു. What about you, Jansi? Thank you, Nisha. Thank you. Yeah, Jansi. ഹായ്. എൽസി പറഞ്ഞതുപോലെ എൻ്റെ പേര് ജാൻസി. ഞാനിവിടെ അഡ്ലൈഡ്, സൗത്ത് ഓസ്ട്രേലിയയിലെ ഞാനും ഒരു ക്ലിനിക്കൽ നഴ്സായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നു. എൽസിയെ പോലെ തന്നെ ഞാനും UK 17 വർഷം മുന്നേ അഡ്ലൈഡിൽ ഞങ്ങൾ സെറ്റിലായതാണ്. വന്ന് സെറ്റിലായി. എൻ്റെ ഹസ്ബൻഡും 4 പിള്ളേരുമായിട്ട് ഞങ്ങളിവിടെ സെറ്റിൽഡാണ്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാനും റിട്ടയർമെൻറ്റിന് വേണ്ടി ഞാനിങ്ങനെ ഒരു പ്ലാൻ നോക്കിക്കൊണ്ടിരുന്ന കൂട്ടത്തിലാണ് ഇങ്ങനെ ഒരു ബിസിനസ് കാണാനായിട്ടിടയായത്. അങ്ങനെയാണ് ഞാൻ ഈ ബിസിനസ്സിലേക്ക് 1 വർഷം മുന്നേ ഞാൻ ജോയിൻ ചെയ്യുന്നത്. 1 വർഷം മുന്നേ ജോയിൻ ചെയ്ത ഒരു ദിവസം പോലും ഞാൻ പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്തുകൊണ്ട് ഞാൻ ജോയിൻ ചെയ്തു എന്ന്. അത്രമാത്രം നല്ല ഒരു പ്ലാറ്റ്ഫോമാണിത്. അതാണ് എന്നെക്കുറിച്ച് പറയാനായിട്ട് എനിക്കുള്ളത്. വെരി ഗുഡ്. താങ്ക് യു ജാൻസി. അപ്പോൾ എന്നോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് അത് തന്നെയായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ വ്യൂവേഴ്സും നിങ്ങളുടെ ഫോളോവേഴ്സും നിങ്ങളോടും ഈ ബിസിനസ്സിനെ കുറിച്ച് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് ആദ്യത്തെ ക്വസ്റ്റ്യൻ നിഷയോട് ചോദിക്കുക. അതായത് എന്നോട് ഫോളോവേഴ്സ് അല്ലെങ്കിൽ എൻ്റെ വ്യൂവേഴ്സ് അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് പോലും ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദിസ് ബിസിനസ്? നിങ്ങൾ എന്ത് ബിസിനസ്സാണ് ചെയ്യുന്നത്? ഓൺലൈൻ ബിസിനസ് എന്ന് പറയുന്നു, എന്ത് ബിസിനസ്സാണ് ചെയ്യുന്നത്? എന്ത് പ്രോഡക്റ്റ്സ് ആണ് നിങ്ങൾ പ്രോഡക്റ്റ്സ് സെല് ചെയ്യാണോ? എന്താണ് ഈ ബിസിനസ്? അതിനെക്കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ നിഷ? ഇതൊരു ബിസിനസ്സാണ്. ഇതൊരു ഓൺലൈൻ മാർക്കറ്റിംഗ് ബിസിനസ്സാണ്. നമ്മൾ ബേസിക്കലി ഒരു അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ആണ് ചെയ്യുന്നത്. നമ്മൾ ഒരു 50 year old ആയിട്ടുള്ള ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് മാർക്കറ്റിംഗ് ചെയ്യുന്നു. സോ നമ്മളുടെ ഒരു മാർക്കറ്റിംഗ് എഫേർട്സിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സെയിൽസ് വോളിയം, അതിന് നമുക്ക് കമ്മീഷൻ കിട്ടുന്നു. നമുക്ക് ഇതിനകത്ത് പാസീവ് ഇൻകം ഉണ്ട്, ഡയറക്റ്റ് ഇൻകം ഉണ്ട്. ഇതൊരു ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയാണ്. സോ ഇങ്ങനെയാണ് നമുക്കൊരു ഇൻകം കിട്ടുന്നത്.
പക്ഷേങ്കിൽ ഇപ്പം നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ ഒരു ഓൺലൈനായിട്ട് എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ വീട്ടിലിരുന്ന് സൈഡായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. കാരണം എസ്പെഷ്യലി നമ്മൾ വർക്കിംഗ് ആയിട്ടുള്ളവര്, ഞാനാണെങ്കിലും നേഴ്സാണ്, വർക്കിംഗ് പേരന്റ് ആണ്. അപ്പം നമ്മൾക്ക് ജോലിയുടെ കാര്യങ്ങളുണ്ട്, പ്ലസ് വീട്ടിലെ കാര്യങ്ങളുണ്ട്, ഇതെല്ലാം ഉണ്ട്. ഇപ്പൊ എന്നെ പോലെ തന്നെ ആയിരിക്കും ജാൻസിച്ചി ആണെങ്കിലും എൽസി ആണെങ്കിലും, നമുക്ക് എല്ലാവർക്കും നമ്മൾക്ക് ലൈഫിൽ നമ്മുടേതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഉണ്ട്. പക്ഷേങ്കിൽ ഞാൻ ഇപ്പൊ ഈ ബിസിനസ്സിൽ ഞാൻ വരുന്നതിന് മുമ്പ് നമ്മൾ ഒരു എക്സ്ട്രാ ഇൻകത്തിന് വേണ്ടിയിട്ട്, ഇപ്പൊ നമ്മളിപ്പോ UK-യിലാണെങ്കിലും ഓസ്ട്രേലിയയിലാണെങ്കിലും US-ലാണെങ്കിലും എവിടെയാണെങ്കിലും ഏതൊരു രാജ്യത്തെ ഇമിഗ്രന്റ് ആയിട്ട് ജീവിക്കുമ്പോഴും നമുക്ക് ഭയങ്കര ലൈഫ് എക്സ്പെൻസസ് ആണ്. നമുക്കൊരു ഇഷ്ടംമാതിരി ബിൽസും ലോൺസും ഒക്കെ നമുക്ക് ഉണ്ടാവും. അപ്പം എല്ലാ ആൾക്കാരും, എസ്പെഷ്യലി നഴ്സുമാര്, നമുക്ക് വേറെ, ഇപ്പൊ എന്നെ സംബന്ധിച്ചോളം ഞാൻ നഴ്സ് മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ, എനിക്ക് വേറൊരു ജോലി അറിയത്തില്ല. അപ്പൊ ഞാൻ എന്താ ചെയ്തുകൊണ്ടിരുന്നത്, ഞാൻ ഓവർ ടൈം ചെയ്യുമായിരുന്നു, എക്സ്ട്രാ ഷിഫ്റ്റ്സ് പിക്ക് ചെയ്യുമായിരുന്നു. അപ്പം എനിക്ക് എന്റെ കുഞ്ഞിന് സ്പെഷ്യൽ നീഡ്സ് ഉണ്ട് കേട്ടോ. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഏറ്റവും കൂടുതൽ വിചാരിക്കുന്ന ഒരു കാര്യം, എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ എനിക്ക് എന്റെ കുഞ്ഞിന്റെ കൂടെ മാക്സിമം ടൈം സ്പെൻഡ് ചെയ്യണം. പക്ഷേങ്കിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് നേരെ ഓപ്പോസിറ്റ്. കാരണം ഞാനാണെങ്കിൽ ചുമ്മാ എക്സ്ട്രാ ഷിഫ്റ്റ്സും ഓവർ ടൈംസും ഒക്കെ പിക്ക് ചെയ്യുക. പിന്നെ കാരണം നമുക്ക് അത്രയും എക്സ്പെൻസസ് ഉണ്ട്. ഇപ്പൊ ഇവൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളെല്ലാവരും ഫാമിലി ആയിട്ടൊന്ന് നാട്ടിൽ പോകണമെങ്കിൽ തന്നെ നമ്മളൊരു 2 വർഷം ഓവർ ടൈം ചെയ്യണം. അത്രയും ഒരു ബിഗ് എക്സ്പെൻസസ് ആണ് നമ്മളൊന്ന് നാട്ടിൽ, നമ്മുടെ ടിക്കറ്റ് ഫെയർ ആണെങ്കിലും നാട്ടിലത്തെ എക്സ്പെൻസസ് ആണെങ്കിലും ഒക്കെ. അപ്പോൾ നമ്മള് ഇപ്പൊ ഈ ഓവർ ടൈം ചെയ്യുക എന്ന് പറയുന്നത് അത് എല്ലാവരും വിചാരിക്കുന്നത് അതൊരു നോർമൽ ആണ് എന്നുള്ളതാണ്. പക്ഷേങ്കിൽ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എന്റെ കുഞ്ഞിന്റെ കൂടെ ഇരിക്കുക എന്നുള്ളത് ഒരു ഭയങ്കര ആഗ്രഹമായിരുന്നത് കൊണ്ട് ഞാൻ എപ്പോഴും ഹാപ്പി ആയിരുന്നില്ല. ഞാൻ ഈ ഓവർ ടൈംസ് ഒക്കെ പിക്ക് ചെയ്യുന്നതിനകത്ത് ഞാൻ എപ്പോഴും ഹാപ്പി ആയിരുന്നില്ല. സോ അങ്ങനെയാണ് ഞാൻ ഈ ബിസിനസ്സിലേക്ക് ഞാൻ എന്ത് ചെയ്യാം, അല്ലെങ്കിൽ എന്താണ് എനിക്ക് വേറൊരു ഓപ്ഷൻ ഉള്ളത്, അങ്ങനെയാണ് ഞാൻ ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നത്. സോ ഞാൻ ഈ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ മനസ്സിലായിരുന്നില്ല, ഇപ്പൊ നമ്മള് ഒരു വർക്കിംഗ് പ്രൊഫഷനിൽ ഭയങ്കര ഒരു ബിസി ലൈഫാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പം എന്നെ പോലെയുള്ള ഒരാൾക്ക് ഈ ഒരു ഓൺലൈൻ ബിസിനസ്സിൽ എന്താണ് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലെക്സിബിലിറ്റി. നമുക്ക് നമ്മുടെ സമയത്ത് നമുക്ക് എപ്പോഴാണോ സമയം, നമുക്കിപ്പോ എത്ര സമയമില്ല എന്ന് പറഞ്ഞാൽ പോലും നമുക്ക് എല്ലാവർക്കും, ലോകത്തിലുള്ള എല്ലാ ആൾക്കാർക്കും ഒരു ദിവസം 24 hours ഉണ്ട്. അപ്പം ആ ഒരു സമയത്ത് ഇപ്പൊ നമുക്ക് ജോലി ഇപ്പൊ 12 hours ഷിഫ്റ്റ് ചെയ്യുന്ന ഒരാളായിക്കോട്ടെ, അല്ലെങ്കിൽ 9 to 5 ജോബ് ചെയ്യുന്ന ഒരാളായിക്കോട്ടെ, നമുക്ക് ഹിയർ ആൻഡ് ദെയർ പോക്കറ്റ്സ് ഓഫ് ടൈം ഉണ്ട് എല്ലാ ദിവസവും. നമുക്ക് ഒരു ദിവസം 1 മണിക്കൂർ വെച്ച് സ്പെൻഡ് ചെയ്ത് നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ നമുക്ക് ഇപ്പൊ നമ്മൾ ബേസിക്കലി ഒരു ഓൺലൈൻ മാർക്കറ്റിംഗ് ബിസിനസ് ആണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഈ ഒരു ഓൺലൈൻ മാർക്കറ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ബേസ്ഡ് ട്രെയിനിങ് ആണ് നമ്മുടെ പ്ലാറ്റ്ഫോമിലുള്ളത്. അപ്പം നമുക്കത് ഇപ്പം ഇങ്ങനെ പറയുമ്പോൾ ഞാൻ എൻ്റെ കാര്യം വെച്ച് പറയാം. കാരണം ഞാൻ അത്രയും വലിയൊരു ടെക്നിക്കൽ എക്സ്പേർട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ചെയ്യാനോ അങ്ങനത്തെ ഒന്നും ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്ന ഒരാളല്ല. അപ്പം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഫോൺ എടുക്കും, ഫോണിൽ ട്രെയിനിങ് ഓൺ ആക്കും, പിന്നെ കമ്പ്യൂട്ടറിൽ നമ്മൾ ഇത് സെറ്റപ്പ് ചെയ്യും. അങ്ങനെയായിരുന്നു ഞാൻ ചെയ്തത്. അപ്പം നമുക്ക് ചിലപ്പോൾ ആദ്യം ചെയ്യുമ്പോൾ മനസ്സിലാവത്തില്ല, ഒന്നുകൂടെ ബാക്ക് അടിച്ച് ഒന്നും കൂടെ ട്രെയിനിങ് കാണും. അങ്ങനെയാണ് നമ്മൾ എല്ലാവരും തന്നെ ഈ ബിസിനസ് സെറ്റപ്പ് ചെയ്യുന്നത്. അത്രയും നല്ല, പിന്നെ നമുക്കൊരു മെന്റർ ഉണ്ടാവും, കോച്ച് ഉണ്ടാവും ഈ ബിസിനസ്സിൽ. സോ അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമുക്കൊരു പേഷ്യൻ്റ് ഉണ്ടെങ്കിൽ, നമ്മൾക്കിപ്പോൾ ചിലപ്പോൾ നമ്മളുടെ ട്രെയിനിങ് സൈറ്റിൽ നമുക്കൊരു കാര്യത്തിൽ ഡൗട്ട് ഉണ്ട്, നമുക്ക് എങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അപ്പം നമ്മൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളോടോ അല്ലെങ്കിൽ നമ്മുടെ മെന്ററിനോടോ കോച്ചിനോടോ ഒക്കെ ചോദിക്കുമ്പോൾ അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. സോ അങ്ങനെ നമ്മൾ ബിസിനസ് സെറ്റപ്പ് ചെയ്യും. പിന്നെ പ്ലസ് നമ്മുടെ ഈ ട്രെയിനിങ് പ്ലാറ്റ്ഫോമിൽ നമുക്കിപ്പം ഞാൻ പറഞ്ഞപ്പോൾ നമുക്ക് ട്രെയിനിങ് ഉണ്ട്, പ്ലസ് നമുക്ക് എല്ലാവിധ ടൂൾസ് ഉണ്ട്. ഇപ്പൊ നമുക്കൊരു സെയിൽസ് നടത്തണം എന്നുണ്ടെങ്കിൽ, ഒരു ഓൺലൈൻ ബിസിനസ് നടത്തണമെന്നുണ്ടെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള എല്ലാ ടൂൾസ് വേണം, അതിനാവശ്യമുള്ള ഒരു വെബ്സൈറ്റ് വേണം, ഒരു സെയിൽസ് ഫണൽ വേണം. ഇതെല്ലാം തന്നെ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിലുണ്ട്. പ്ലസ് നമുക്ക് ഈ ട്രെയിനിങ് മാത്രം പോരല്ലോ, അഫിലിയേറ്റ് മാർക്കറ്റ് നമുക്ക് മാർക്കറ്റ് അഫിലിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു കമ്പനി ഉണ്ട്. സോ ആ കമ്പനി, നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ആ കമ്പനിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യുന്നത്. സോ ആ കമ്പനി നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ പ്ലഗ് ഇൻ ചെയ്തേക്കുവാണ്. ഞാൻ എന്താ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, ഒരാൾക്ക് ഒരു ഓൺലൈൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണ് ഈ ബിസിനസ്.
കണ്ട് മനസ്സിലാക്കി നോക്കുക, കണ്ട് നമ്മൾ മനസ്സിലാക്കി നമുക്കെല്ലാം മനസ്സിലാക്കിയ ശേഷമാണ് നമ്മൾ ഈ ബിസിനസ്സിലേക്ക് ജോയിൻ ചെയ്യുന്നത്. സോ ഇപ്പം ഇതാണ് എനിക്ക് ഈ ബിസിനസ്സിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ? ഞാൻ ആദ്യം പറഞ്ഞു, നമ്മൾ ഇതിനകത്ത് ഒരു സാധനവും സെല്ല് ചെയ്യുന്നില്ല. നമ്മൾ ഇത് മാർക്കറ്റിംഗ് മാത്രമേ ചെയ്യുന്നുള്ളൂ. നമ്മൾ ഒരു പ്രോഡക്റ്റും സെല് ചെയ്യുന്നില്ല. നമ്മൾ ഒരു ഫാമിലി മെമ്പറിനോടോ ഒരു ഫ്രണ്ട്സിനോടോ ഒരു കസിൻസിനോടോ നമ്മൾ ഇതിനകത്ത് ജോയിൻ ചെയ്യാൻ പറയുന്നില്ല. നമ്മളിത് ചെയ്യുന്നത് പെയ്ഡ് ആഡ്സ് ആണ്. നമ്മൾ അഡ്വർടൈസ്മെന്റ് ചെയ്യുന്നു. ഈ ബിസിനസ്സിൽ ചെയ്യാൻ ആഗ്രഹമുള്ള അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ സ്ട്രീം ഓഫ് ഇൻകം ആഗ്രഹിക്കുന്ന ആളുകൾക്ക്, എസ്പെഷ്യലി ഞാൻ ഒരു വർക്കിംഗ് പേരൻസിനെ കുറിച്ച്, വർക്കിംഗ് പേരൻസ് ആയിട്ടുള്ളവരെ കൊണ്ട് അവർക്ക് വളരെ ഏറ്റവും നല്ലതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമുക്കൊരു സെക്കൻഡ് സ്ട്രീം ഓഫ് ഇൻകം, ഞാൻ എൻ്റെ കാര്യം പറയാം, എനിക്കൊരു സെക്കൻഡ് സ്ട്രീം ഓഫ് ഇൻകം വേണം. അപ്പം ഞാൻ ഒരു ബിസിനസ് എന്നുള്ള രീതിയിൽ ഒരു എന്തായാലും ഒരു ഗ്രോസറി ഷോപ്പോ അല്ലെങ്കിൽ വേറെ ഏത് ബിസിനസ് ആണെങ്കിലും എനിക്ക് വരാൻ പോകുന്ന ഒരു ബുദ്ധിമുട്ട് ടൈമാണ്. നമുക്ക് ചിലപ്പം ഇപ്പം ഞാൻ ഒരു വർക്ക് ചെയ്യുന്ന, ഇപ്പം നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമോ, ഇപ്പം എൻ്റെ ജോലിയോടൊപ്പം തന്നെ ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പം എൻ്റെ ജോലിയിൽ എനിക്കൊരു ഇപ്പം ഇവിടെ ഞാൻ ഒരു ആഴ്ചയിൽ 3 ദിവസം വർക്ക് ചെയ്യണം. 12 hour ഷിഫ്റ്റ് 3 ദിവസം വർക്ക് ചെയ്യണം. അല്ലെങ്കിൽ ഈ 3 ദിവസം എനിക്ക് എൻ്റെ ഷോപ്പ് അടച്ചിടാൻ പറ്റില്ല. അല്ലെങ്കിൽ നമുക്ക് അവിടെയും അപ്പൊ ശരിക്കും പറഞ്ഞ എസ്പെഷ്യലി ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ഒരു ട്രഡീഷണൽ ബിസിനസിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ തന്നെ എംപ്ലോയിയാണ്. കാരണം നമ്മൾ രാവിലെ തൊട്ട് നമ്മൾ അതിനകത്ത് കഷ്ടപ്പെട്ട് എന്നാൽ മാത്രമാണ് നമ്മൾ ഇൻകം ഉണ്ടാവുന്നത്. സോ അതേസമയം ഈ ഓൺലൈൻ ബിസിനസ്സിൽ എസ്പെഷ്യലി നമ്മുടെ പ്ലാറ്റ്ഫോമിന്റെ ഒരു ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരു ബിസിനസ് തുടങ്ങാൻ, ഒരാൾക്ക് ഒരു ബിസിനസ് തുടങ്ങാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ, താല്പര്യം ഉണ്ടെങ്കിൽ അതിന്റെ എല്ലാ കാര്യങ്ങളും ഓൾറെഡി സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, ഞാൻ പറയാം, ഓൾറെഡി സക്സസ് ബ്ലൂ പ്രിന്റ്സ് ഓൾറെഡി നമുക്കുണ്ട്. അപ്പം നമ്മൾ ശരിക്കും ആ ഒരു കാര്യങ്ങൾ, ആ സ്റ്റെപ്സ് ഫോളോ ചെയ്ത് നമ്മൾ അഡ്വർടൈസ്മെന്റ് ചെയ്ത് നമ്മൾ ഈ ബിസിനസ് ചെയ്താൽ മാത്രം മതി. വേറൊന്നും നമുക്ക് ചെയ്യാനായിട്ടില്ല. അപ്പം മാത്രം അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നമ്മൾ 90% ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റമാണ് നമ്മൾ ഫോളോ ചെയ്തത്. അപ്പം നമ്മൾ ഈ 90% ഓട്ടോമേറ്റഡ് ആയതുകൊണ്ട് തന്നെ ബാക്കി ഇപ്പം ഇതിനകത്ത് പ്രോഡക്ട്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ അതെല്ലാം ഈ കമ്പനി തന്നെ നമുക്ക് നമ്മുടെ ഓട്ടോമേറ്റഡ് സിസ്റ്റം തന്നെ ചെയ്തോളും. നമ്മൾ ഇതിനകത്ത് ആ ബാലൻസ് ആയിട്ടുള്ള 10% നമ്മുടെ മാർക്കറ്റിംഗ് പാർട്ട് അത് മാത്രം ചെയ്താൽ മതി. വേറൊന്നും ചെയ്യാനില്ല. ബാക്കിയെല്ലാം നമുക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നത് നമ്മുടെ സിസ്റ്റമാണ്. അതുകൊണ്ടാണ് നമ്മളെ പോലുള്ള ഈ വർക്കിംഗ് പ്രൊഫഷൻസിനൊക്കെ ഇത് ചെയ്യാൻ പറ്റുന്നത്. അത് കാരണം അത്രയും ഫ്ലെക്സിബിലിറ്റിയാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. നമുക്ക് നമ്മുടെ വീട്ടിലിരുന്ന് നമ്മുടെ കുഞ്ഞുങ്ങളോടൊപ്പം, നമ്മുടെ ഫാമിലിയോടൊപ്പം നമുക്ക് വീട്ടിലിരുന്ന് ഒരു ഇൻകം ഏൺ ചെയ്യാൻ പറ്റും. താങ്ക് യു നിഷ. ഇത് ഒത്തിരി നന്നായിട്ട്, വളരെ നന്നായിട്ട് ഇലാബറേറ്റ് ചെയ്ത് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. താങ്ക് യു വെരി മച്ച്. അതിനകത്ത് ഞാൻ ഒരു എൻ്റെ കാര്യം ആഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഷിഫ്റ്റ് ജോലി ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം ആഫ്റ്റർനൂൺ ഷിഫ്റ്റ്, നൈറ്റ് ഷിഫ്റ്റ്, അതുപോലെ വീക്കെൻഡ്സ്, പബ്ലിക് ഹോളിഡേ ഒക്കെ, പ്രത്യേകിച്ച് വീക്കെൻഡ്സ്, പബ്ലിക് ഹോളിഡേ ഒക്കെ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ ഒത്തിരി ഉള്ളിൽ കരഞ്ഞുകൊണ്ടാണ് ഞാൻ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത്. കാരണം ആ എക്സ്ട്രാ പെനാൽറ്റി, ആ എക്സ്ട്രാ ഇൻകം കിട്ടുന്ന ആ ഒരു റീസണും കൊണ്ടാണ് വീക്കെൻഡ്സും പബ്ലിക് ഹോളിഡേയും ഹസ്ബൻഡും പിള്ളേരും വീട്ടിൽ ഇരിക്കുമ്പം ഞാൻ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ അത് ഗിവപ്പ് ചെയ്യണമെങ്കിൽ സാധ്യമല്ലാത്ത ഒരു അവസ്ഥയായിരുന്നു. കാരണം ആ എക്സ്ട്രാ ഇൻകം നീഡഡ് ആയിരുന്നു. കാരണം ഇവിടുത്തെ മോർഗേജ്, ബിൽസ് അറിയാലോ. പക്ഷെ ഒരു 1-2 വർഷമായിട്ട് ഞാൻ എനിക്കിനി വേണ്ട, എനിക്ക് പറ്റത്തില്ല, എനിക്ക് കുറച്ച് ഇൻകം മതി, എനിക്കിനി ഷിഫ്റ്റ് പറ്റത്തില്ല, ഞാൻ മൺഡേ ടു ഫ്രൈഡേ ജോലി ചെയ്യത്തുള്ളൂ, എനിക്ക് ആ കുറച്ച് ഇൻകം ആയാലും മതി എന്നുള്ള ഒരു ഇതില് ഒരു ഡിസിഷൻ എടുത്ത്, ഞങ്ങൾ ഡിസ്കസ് ചെയ്ത ഒരു ഡിസിഷൻ എടുത്ത് അങ്ങനെ മൺഡേ ടു ഫ്രൈഡേ ജോലി ചെയ്യുന്ന ഒരു സ്റ്റേജിലെത്തി. പക്ഷെ ഇൻകം നമുക്ക് കുറവാണ്. അപ്പൊ അന്നേരമാണ് ഇതിനെക്കുറിച്ച് അഡീഷണൽ ഇൻകം എങ്ങനെ ഉണ്ടാക്കാം, അങ്ങനെ ചിന്തിച്ചാണ് ഞാൻ ഇതിനെത്തിക്ക് വന്നത്. അപ്പൊ അതുപോലെ ചിന്തിക്കുന്ന ഒത്തിരി ആൾക്കാർ കാണുമല്ലോ, അല്ലേ? ശരിക്കും താങ്ക് യു വെരി മച്ച്. താങ്ക് യു. അത്രയും വ്യൂവേഴ്സിന് അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തതിന് ഒത്തിരി നന്ദി നിഷ. ഇനി ജാൻസിയോട് എനിക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളത്, എന്നോട് ചോദിച്ച വേറൊരു ക്വസ്റ്റ്യൻ വെച്ച് കഴിഞ്ഞാൽ, ഈസ് ദിസ് ജെന്യുവൻ, ഇത് ലെജിറ്റിമേറ്റ് ആണോ, ഇത് റിയൽ ബിസിനസ് ആണോ, അങ്ങനെ ഒത്തിരി ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അവരോട് ജാൻസിക്ക് എന്താണ് പറയാനുള്ളത്?
എൽസിയോട് ചോദിക്കുന്ന പോലെ തന്നെ എൻ്റെ അടുത്തും പലരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് എല്ലാവരുടെയും ഒരു ഡൗട്ടാണ്. ഇത് ലെജിറ്റിമേറ്റ് ആണോ? ഒന്നാമത്തെ കാര്യം, ഈ ഓൺലൈൻ എന്ന് കേൾക്കുമ്പം തന്നെ ആൾക്കാർ പിന്നെ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യാൻ പോകത്തില്ല. സ്ട്രെയിറ്റ് അവേ അവരങ്ങ് കൺക്ലൂഷനിലെത്തും ഇതൊരു സ്കാം ആണെന്ന്. അങ്ങനെയുള്ളവരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, ഇതൊരു ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു ബിസിനസ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളെല്ലാവരും, നേഴ്സസ് ആയിട്ടുള്ള ഞങ്ങളെല്ലാവരും ഈ ബിസിനസ്സിൽ ജോയിൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു റീസൺ ആണ്. ബിക്കോസ് നമുക്കെല്ലാവർക്കും ഒരു രജിസ്ട്രേഷൻ ബോഡി ഉണ്ട്. ഇപ്പം UK-ലാണെങ്കിൽ NMC ഉണ്ട്, ഇവിടെയാണെങ്കിൽ അഫ്ര ഉണ്ട്. നമ്മളിപ്പോൾ ഒരു സ്കാമിൽ ജോയിൻ ചെയ്യുവാണെങ്കിൽ നമ്മുടെ രജിസ്ട്രേഷൻ നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ വിതിൻ 2 ഡേയ്സിനുള്ളിൽ നമ്മുടെ അത് ക്യാൻസൽ ആയി പോകും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്കാമിലും നമുക്കൊരിക്കലും ജോയിൻ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ സ്കാമിൽ ഇപ്പം അഥവാ എന്തെങ്കിലും ഒരു സ്കാമിൽ ചെന്ന് പെട്ടാൽ തന്നെ നമ്മൾ ആരെയും ഇൻവൈറ്റ് ചെയ്യത്തില്ല ഇതിൻ്റെ അകത്തോട്ട് വരാൻ, അല്ലേ? അപ്പം ഈ രജിസ്ട്രേഷന്റെ കാര്യം ഓർക്കുമ്പം അത് ഒരു റീസൺ ആണ്. രണ്ടാമത്തെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു ABN സ്റ്റാർട്ട് ചെയ്യും. ഇവിടെ ABN UK-ല് സോഷ്യൽ സെക്യൂരിറ്റി ആണെന്ന് തോന്നുന്നു, അല്ലേ? ആ ഒരു നമ്പർ നമുക്ക് രജിസ്റ്റർ ചെയ്യണം. ഗവൺമെന്റിന്റെ അണ്ടറിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സെയിം ലൈക്ക് എനി അതർ ബിസിനസ്, ഇതും നമ്മൾ എക്സാക്ട്ലി സെയിം വേയിലാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത്. അത് ഇത് നമ്മുടേത് വിർച്വൽ ബിസിനസ് ആണെന്നുള്ള ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ ഇതിന്. അപ്പം നമ്മൾ ടാക്സ് ഫയൽ ചെയ്യുന്നു, നമ്മൾ എത്ര ഏൺ ചെയ്യുന്നു, എത്ര നമ്മൾ ഈ ബിസിനസ്സിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നു, എല്ലാത്തിനും നമുക്ക് ഒരു എന്താ പറയണ്ടേ, ഒരു കണക്ക് എഴുതി വെച്ച് ഇയർ എൻഡിങ്ങിൽ നമ്മൾ ടാക്സ് ഏജന്റിന്റെ അടുത്ത് പോയി നമ്മുടെ ടാക്സ് ചെയ്യുന്നതാ. അപ്പം ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ അതിനൊരിക്കലും ടാക്സ് ഇല്ല, അതിന് ടാക്സ് പേ ചെയ്യണ്ട. അതുപോലെ ABN രജിസ്റ്റർ ചെയ്യണ്ട, ബിക്കോസ് അത് ഇല്ലീഗലാണ്. ഇതിപ്പോൾ ലീഗൽ ആയതുകൊണ്ടാണ് നമ്മൾ ABN രജിസ്റ്റർ ചെയ്ത്, ലീഗലായിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് നമ്മൾ ടാക്സ് ഏജന്റിന്റെ അടുത്ത് പോയി ടാക്സ് ചെയ്യുന്നു. പിന്നെ വേറൊരു തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഇപ്പം ഞങ്ങളെല്ലാവരും വളരെ ട്രാൻസ്പെറൻ്റ് ആണ്. ഞങ്ങളാരും ഒന്നും ഹൈഡ് ചെയ്യുന്നില്ല. അപ്പം ഞങ്ങൾ ലൈവ് വന്നു, ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഫേസ് ഉണ്ട്, അല്ലേ? നമ്മളാരും ഫേസ്ലെസ് ആയിട്ടുള്ള ആളല്ല. അപ്പം സ്കാമേഴ്സ് ആണെങ്കിൽ അവർക്ക് തല കാണത്തില്ല, അവരെ തന്നെ കാണിക്കുകയില്ല. നോബഡി ക്യാൻ സീ ദെയർ ഫേസ്. ഇപ്പൊ സ്കാം അല്ലാത്തതിന്റെ വേറൊരു കാര്യമാണ്, ഞങ്ങളെല്ലാം ഇവിടെ ലൈവ് വന്ന് സോഷ്യൽ മീഡിയയിൽ ഞങ്ങൾ മിക്കവാറും എല്ലാ ദിവസങ്ങളിലും ലൈവ് പോകുന്നുണ്ട്. ഇപ്പൊ ലൈവ് വന്ന് നിങ്ങളുടെ എല്ലാം മുന്നിൽ ഞങ്ങളെ തന്നെ കാണിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇത് ശരിയായിട്ടുള്ള ഒരു ബിസിനസ് ആയതുകൊണ്ടാണ് ഞങ്ങൾ ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിൽ പോയാൽ ഞങ്ങൾ ട്രാൻസ്പെറൻ്റ് ആണ്. ഞങ്ങൾ അവിടെ ഒന്നും ഹൈഡ് ചെയ്യുന്നില്ല. ഞങ്ങളെക്കുറിച്ച്, ഞങ്ങളുടെ ഫാമിലി, ഞങ്ങൾ എന്തുവാ ഇപ്പം പുറത്തു പോകുന്നത്, അല്ല ഞങ്ങളുടെ ഫേസ്ബുക്കിൽ നോക്കുമ്പോൾ ഇറ്റ് ആക്ച്വലി റിഫ്ലെക്ട്സ് ഹൂ വി ആർ. അപ്പം ഒരു സ്കാമറിന്റെ ആണെങ്കിൽ ആ ഫേസ്ബുക്കിൻ്റെ അകത്ത് ഫോട്ടോ കാണത്തില്ല, ആളിന് ഫേസ് കാണത്തില്ല, അതിനകത്ത് ഒന്നും കാണത്തില്ല. അപ്പം ഞങ്ങളുടെ ഫേസ്ബുക്കിൽ പോയാൽ ഇതെല്ലാം ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇത് ശരിയായിട്ടുള്ള ഒരു കാര്യം ആയതുകൊണ്ടാണ് ഞങ്ങൾ ആരും ഒന്നും ഹൈഡ് ചെയ്യാത്തത്. പിന്നെ അതാണ് മെയിൻ ആയിട്ടുള്ള 3 റീസൺസ്. അതാണ്. താങ്ക് യു ജാൻസി, അത് നന്നായിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്തു. കാരണം സ്കാം ആണ്, ലെജിറ്റിമേറ്റ് അല്ല. നമ്മൾ ചുമ്മാ സോഷ്യൽ മീഡിയയിൽ വന്ന് നമ്മൾ ആഡ് കൊടുക്കുന്നു, വീഡിയോ ഇടുന്നു, പോസ്റ്റ് ഇടുന്നു, എന്നിട്ട് വെറുതെ ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യുവാണ്. ഒരു സ്കാം ആണ് എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു സംസാരവും കളിയാക്കലും ഒക്കെ ഒരു സൈഡിൽ നിന്ന് ഉണ്ടാകാമല്ലോ, എല്ലാവരും അത് ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവർക്ക് ഉള്ള ഒരു ആൻസറാണ് നമ്മൾ ഇതിൽ ലൈവ് വന്ന് നമ്മൾ ഈ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുന്നത്. താങ്ക് യു ജാൻസി, അത് നന്നായിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്തതിന്. പിന്നെ എന്നോട് ക്വസ്റ്റ്യൻ ചോദിച്ചത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹൗ ഡു യു ഗെറ്റ് ദിസ് ടൈം? യു ആർ ഓൾറെഡി വർക്കിംഗ് ഫുൾ ടൈം. ഇത് സൈഡ് ഹസിലാണ് എന്ന് പറയുന്നു, പക്ഷെ ഇതിൽ എങ്ങനെ ചെയ്യും എന്നുള്ളത്, എങ്ങനെ ചെയ്യുന്നു ഒരാള്, പ്രത്യേകിച്ച് അവരുടെ ക്വസ്റ്റ്യൻ ഞാൻ എടുത്ത് പറയുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, മൈ ലൈഫ് ഈസ് ഗോയിങ് വിത്ത് ടൈം ടേബിൾ.
ടൈം ടേബിൾ അനുസരിച്ചാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അതിന്റെ ഇടയ്ക്ക് ഒരു പൈസ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്, പക്ഷെ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. കാരണം 5 മിനിറ്റ് പോലും സ്പെയർ ചെയ്യാനില്ല എന്ന ഒരു കമന്റ് വന്നു. അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ നിഷ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തു നമ്മൾ കഴിഞ്ഞ ഇതിനകത്ത്. അത് ആ ടൈം മാത്രം ഒന്ന്, ആ ടൈം റിക്വയർമെന്റിനെ കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ നിഷ? ആ പറഞ്ഞ ആളുടെ മീൻസ് എനിക്ക് അറിയത്തില്ല ആരാ പറഞ്ഞെന്നുള്ളത്. നമ്മളൊരു ടൈം എഴുതി വെക്കുമ്പം ആളിനോട് എനിക്ക് പറയാനുള്ളത്, ആളൊന്ന് എഴുതി വെക്കുക. ഒരു പുള്ളിക്കാരത്തിന് ആളുടെ ആളാരാന്നറിയില്ല, ഒരു 24 hours ഒന്ന് എഴുതി നോക്കുക. ആ 24 hours ഒന്ന് എഴുതി നോക്കുമ്പോൾ ഓക്കെ 8 hours സ്ലീപ്പ്, ബാക്കി ഉള്ള സമയം അതിനകത്ത് നമ്മൾ എഴുതി വെച്ച് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ ഒരു ഇപ്പം ഞാൻ ഒരു അമ്മയാണ്, അങ്ങനത്തെ ഒരാളാണെങ്കിൽ ഇപ്പൊ കുഞ്ഞുങ്ങളുടെ കൂടെ എത്ര സമയം, കുഞ്ഞുങ്ങളെ ഡ്രോപ്പ് ചെയ്യാനും പിക്കപ്പ് ചെയ്യാൻ എത്ര സമയം, അല്ലെങ്കിൽ കുക്ക് ചെയ്യാൻ എത്ര സമയം, ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു സമയമുണ്ടാവും സോഷ്യൽ മീഡിയ. നമ്മൾ അറിയില്ല, നമ്മൾ ചിലപ്പം ഒരു റീല് കാണാന്നായിരിക്കും, ഒരു റീല് കാണുന്നതായിരിക്കും, പക്ഷേങ്കില് അപ്പൊ അടുത്ത റീല് വരും. അങ്ങനെ എത്ര സമയം നമ്മൾ ഒരു ദിവസം, ഇപ്പം ഈ പിന്നെ ഐഫോണിനൊക്കെ ആണെങ്കിൽ എല്ലാ ആഴ്ചയിലും സ്ക്രീൻ ടൈം വരും. അപ്പം ആ ആളിനോടൊന്ന് നോക്കിയാൽ മനസ്സിലാവും നമുക്ക് സ്ക്രീൻ ടൈം എത്ര നേരം ഉണ്ടെന്നുള്ളത്. അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സ് മൂവീസ് വാച്ച് ചെയ്യുന്ന സമയം, സീരിയൽസ് വാച്ച് ചെയ്യുന്ന സമയം. അപ്പം ടൈം ടേബിൾ ആയിട്ട് ജീവിക്കുന്ന കാര്യങ്ങൾ നമ്മളൊന്ന് ടൈം വെക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാത്തിനും സമയമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഈ ബിസിനസ് ചെയ്യുന്നതിനകത്ത് ഞങ്ങളിപ്പോ എല്ലാവരും തന്നെ നഴ്സുമാർ മാത്രമല്ല, ഒരുപാട് ഡോക്ടേഴ്സ്, ഒരുപാട് എഞ്ചിനീയേഴ്സ്, 9 to 5 ജോബ് ചെയ്യുന്ന, ഈ ബാങ്കിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർ, അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ കറക്റ്റ് സമയത്ത് എണ്ണീറ്റ് പോകാൻ പറ്റുന്ന ഒരാൾക്കാർ പോലും അല്ല. അങ്ങനെയുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള പ്രൊഫഷണൽസിലുള്ള ആൾക്കാർ ഈ ബിസിനസ്സിലുണ്ട്. അപ്പം നമുക്ക് എല്ലാവർക്കും തന്നെ ഒരു ദിവസം 1 മണിക്കൂർ ഉണ്ടാവും, ഉറപ്പായിട്ടും ഉണ്ടാവും. കാരണം അത് നമ്മൾ കണ്ടെത്തണം എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ചിലപ്പം ഇപ്പൊ ഒരു ഹാഫ് ആൻ അവർ നമുക്കൊരു എന്താ പറയാ ബ്രേക്ക് ഉണ്ട്. അപ്പം ആ ഹാഫ് ആൻ അവറിനകത്ത് നമുക്കൊരു 15 മിനിറ്റ്സ് മതിയായിരിക്കും നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട്. ബാക്കിയുള്ള 15 മിനിറ്റ്സ് ഉണ്ട് നമുക്ക് അവിടെ. അപ്പം അങ്ങനെ നമ്മൾ എടുക്കാമെങ്കിൽ, ഇപ്പം ഈ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മുടെ ഈ ബിസിനസ്, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഒരേ സമയം 3 ജോലി ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരുണ്ട്. ഒരേ ടൈമിൽ 3 ജോലിയായിരുന്നു അവർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ആ 3 ജോലിയുടെ ഇടയ്ക്ക് ഉള്ള ഈ കമ്മ്യൂട്ട് ടൈമും ബ്രേക്ക് ടൈമും ഒക്കെ യൂസ് ചെയ്താണ് അവർ ഈ ട്രെയിനിങ് എടുത്തതും ഈ 1 hour, ഞാൻ ഈ പറയുന്ന 1 hour സ്പെൻഡ് ചെയ്തതും. എന്നിട്ട് സ്ലോലി അവർ ഈ ബിസിനസ്സിൽ സക്സസ്ഫുൾ ആയി 3 ജോലിയും ക്വിറ്റ് ചെയ്ത് സക്സസ്ഫുൾ ആയിട്ട് ഒരു ജോബ് കിട്ടറായിട്ട് എന്താ പറയാ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ കമ്മ്യൂണിറ്റിയിലുണ്ട്. സോ നമുക്ക് കണ്ടെത്താവുന്ന എത്ര സമയമില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഹിയർ ആൻഡ് ദെയർ നമുക്ക് പോക്കറ്റ്സ് ഓഫ് ടൈം നമുക്ക് കണ്ടെത്താൻ പറ്റും. ആ ഒരു പോക്കറ്റ്സ് ഓഫ് ടൈം മതി നമുക്ക് ഈ ബിസിനസ് ചെയ്യാനായിട്ട്. പിന്നെ ഇതൊക്കെ നമ്മുടെ പ്രയോറിറ്റി നമ്മളാണ് വിചാരിക്കേണ്ടത്. ഇപ്പൊ ഞാൻ സ്ട്രോങ് ആയിട്ട് എനിക്ക് ഡിസിഷൻ ഉണ്ട്. എനിക്ക് എന്തായാലും എനിക്ക് ഈ ബിസിനസ് എന്റെ ലൈഫ് എനിക്കൊന്ന് ചേഞ്ച് ചെയ്യണം. എനിക്കിങ്ങനെ എല്ലാ ദിവസവും ജോലിക്ക് പോയിട്ട് എനിക്കിഷ്ടമില്ലാത്തൊരു ലൈഫ് ജീവിച്ചിരിക്കാൻ പറ്റത്തില്ല എന്നുള്ളതായിരുന്നു എന്റെ പ്രയോറിറ്റി. അപ്പം എന്റെ പ്രയോറിറ്റി അതായതുകൊണ്ട് എനിക്ക് ടൈം ഉണ്ടാക്കി. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ 24/7 എന്റെ കുഞ്ഞിന് അറ്റൻഷൻ വേണ്ട കുഞ്ഞാ. അപ്പം ഞാൻ എനിക്ക് സമയമുണ്ട്, ഞാൻ ഈ ബിസിനസ് ചെയ്യുന്നുണ്ട്, എനിക്ക് സമയമുണ്ട്, ഞാൻ സക്സസ്ഫുൾ ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പം 12 hours ഷിഫ്റ്റ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ പറഞ്ഞ ആ ദിവസം 1 മണിക്കൂർ കിട്ടാൻ പാടായിരിക്കും. ഓക്കെ, ഓഫ് ഡേയ്സ് ഉണ്ടല്ലോ, നമുക്ക് ആ ഓഫ് ഡേയ്സിൽ നമുക്ക് ഇപ്പം ഒരു ദിവസം 1 hour അല്ലെങ്കിൽ ഒരു വീക്കിൽ ഒരു 7 to 10 hours അത്രയും നമുക്ക് സ്പെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് ഈ ബിസിനസ് റൺ ചെയ്യാം. തീർച്ചയായിട്ടും അത് നല്ലോണം എക്സ്പ്ലെയിൻ ചെയ്തു നിഷ. അത് ഇപ്പൊ ആൾക്കാർ അറിയുന്നില്ല സത്യം പറഞ്ഞ്, നമ്മൾ ഇങ്ങനെ റീൽസും ഷോർട്സും ഒക്കെ ഇങ്ങനെ വാച്ച് ചെയ്ത് പോകണം. ഞാൻ തന്നെ ഒരു എക്സാമ്പിൾ ആണ്. എനിക്ക് സമയമല്ല, ഞാൻ ഫുൾ ടൈം ജോലി ചെയ്യുന്നത്, എനിക്ക് സമയമല്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ ആ ജോലി കഴിഞ്ഞ് വന്നിരുന്നിട്ട് നമ്മൾ അറിയില്ല, നമ്മൾ മൊബൈൽ കയ്യിൽ വെച്ചുകൊണ്ട് യൂട്യൂബിൽ കൂടെ നമ്മൾ എത്രമാത്രം ഷോർട്സ് നമ്മൾ കണ്ടു പോയിക്കൊണ്ടിരുന്നത്. കാരണം അവസാനം അയ്യോ 2 മണിക്കൂറോ, ഇത്ര നേരം ഞാൻ ഇത് കണ്ടുവരുന്നോ പോലെ ചെറിയ വീഡിയോസ് അല്ലെങ്കിൽ ഷോർട്സ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴേ നമ്മുടെ സമയം പോണ അറിയത്തില്ല. അപ്പൊ ആ സമയം തീർച്ചയായിട്ടും
ഇതിനകത്ത് സ്പെൻഡ് ചെയ്യുന്ന അതുപോലെ നിഷ പറഞ്ഞ പ്രയോറിറ്റി നമുക്ക് എന്താണ് വേണ്ടത് അതാണല്ലോ നമ്മളെ നേഴ്സസിനൊക്കെ പ്രയോറിറ്റൈസേഷൻ സ്കിൽസ് എന്നുള്ളത് വളരെ ഒരു നെസസിറ്റി ആയിട്ടുള്ള ഒരു സ്കിൽസ് അല്ലേ. അപ്പൊ നമ്മുടെ പ്രയോറിറ്റി നമ്മുടെ ലൈഫിൽ എന്താണ് വേണ്ടത് അപ്പൊ അതിനനുസരിച്ച് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഇതിനുള്ള സമയം കണ്ടെത്താനായിട്ട് സാധിക്കും. അത് നിഷയുടെ കാര്യത്തിൽ വളരെ ഒരു എന്തോ പ്രൂഫാണ്. കാരണം കൊച്ചു പിള്ളേര് അതിനകത്ത് സ്പെഷ്യൽ നീഡ്സ് ഉള്ള ഒരു കൊച്ചിന്റെ കെയർ റിക്വയർമെന്റ്സ് എന്തുമാത്രമാണെന്ന് എല്ലാവർക്കും അറിയാവുന്നുള്ളൂ. അപ്പൊ അതിന്റെ ഇടയ്ക്ക് സക്സസ്ഫുൾ ആയിട്ട് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനും റൺ ചെയ്യാനും ആ ഒരു ഭാഗ്യം കിട്ടിയത് നിഷയുടെ ആ കമ്മിറ്റ്മെന്റ് ആണ്. അതിനകത്ത് ആ ബിസിനസ്സിലേക്കുള്ള കമ്മിറ്റ്മെന്റും എന്ത് പറയാ പ്രയോറിറ്റൈസേഷനും അതാണ് പ്രൂഫ് ചെയ്യുന്നത്. താങ്ക് യു നിഷ. അപ്പൊ ഇനി ഇപ്പൊ നമ്മള് ആ രണ്ട് തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് സോഷ്യൽ മീഡിയ യൂസ് ചെയ്ത് നമ്മൾ ഏൺ ചെയ്യുന്നു, മറ്റേ ആള് സോഷ്യൽ മീഡിയ സിംപ്ലി യൂസ് ചെയ്യുന്നു. തീർച്ചയായിട്ടും വേറെ ചിലർക്ക് ഇൻകം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അല്ലേ. അപ്പൊ നമ്മള് അതിനകത്ത് ടൈം സ്പെൻഡ് ചെയ്ത് നമ്മൾ സ്വയം ഇൻകം ഉണ്ടാക്കുക. അപ്പൊ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ അതിന് നമ്മൾ എൻകറേജ് ചെയ്യുന്നു. അപ്പൊ നമ്മളാണ് സ്മാർട്ടായിട്ട് ചെയ്യുന്നത്. അതെ, കറക്റ്റ്. അപ്പം ഇനി ഇപ്പൊ ഇതിനകത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളിപ്പോ ഇതിനെ കുറിച്ച് നമ്മൾ ബേസിക് ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻ കൊടുത്തു, പല ഇൻഫർമേഷൻ കൊടുത്തു. അതുപോലെ തന്നെ ചിലരുടെ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കാം, ബിസിനസ് ഇതൊരു ബിസിനസ് അല്ലേ, ബിസിനസ് സ്കിൽസ് ഇല്ല, ബിസിനസ് എക്സ്പീരിയൻസ് ഇല്ല. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. കാരണം അങ്ങനെയാണെങ്കിൽ എനിക്ക് യാതൊരു എക്സ്പീരിയൻസും ഇല്ല, ബിസിനസിനെ കുറിച്ച് ഒരു യാതൊരുവിധ പ്രീവിയസ് എക്സ്പീരിയൻസോ യാതൊരുവിധ സ്കില്ലും ഇല്ലാതെയാണ് ഞാൻ ഇതിനകത്തേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ അത് ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. അതിനകത്ത് നിഷ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തു. അതിനകത്ത് ആ ട്രെയിനിങ് പ്ലാറ്റ്ഫോമും കോച്ചും മെന്ററും ഉള്ളത് നമ്മുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനും ഓരോ സ്റ്റേജിലും ഹെൽപ്പ് ചെയ്യാനും ഗൈഡ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ആ ഒരു ഡെഡിക്കേറ്റഡ് ടീം അത് വളരെ വളരെ ഹെൽപ്ഫുൾ ആണ് ഈ ഒരു ഓൺലൈൻ ബിസിനസ്സിൽ. ഇതിനകത്ത് യാതൊരുവിധ പ്രീവിയസ് എക്സ്പീരിയൻസോ അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടർ സ്കിൽസോ ആവശ്യമില്ല എന്നുള്ളത് എന്നെ പോലെയുള്ള ഒരാൾക്ക് ഈ ബിസിനസ്സിലേക്ക് വരാനായിട്ട് അതുകൊണ്ടാണ് അത് സാധിച്ചത്. അപ്പൊ എനിക്ക് വരാമെങ്കിൽ തീർച്ചയായിട്ടും ബാക്കിയുള്ള എല്ലാവർക്കും വരാൻ സാധിക്കുമല്ലോ. അപ്പൊ അങ്ങനെ ഇപ്പൊ നമ്മുടെ ഈ ലൈവ് വന്ന് നമ്മൾ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്തു, ഒത്തിരിയും കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പൊ അത് കണ്ടിട്ട് ആർക്കെങ്കിലും ഒക്കെ ഈ ബിസിനസ്സിലേക്ക് ചേരാനായിട്ട് താല്പര്യം ഉണ്ടാവുക, ഇൻട്രസ്റ്റ് ആയിട്ട് വരുവാണെങ്കിൽ അവരെന്താ ചെയ്യേണ്ടതെന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ ജാൻസി? തീർച്ചയായിട്ടും എൽസി. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഓർത്ത ഒരു ക്വസ്റ്റ്യനും കൂടെ സാധാരണ ഒരുപാട് പേര് ഈയിടെയായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതായത് ഈ ഓൺലൈൻ ബിസിനസ്സിൽ മുഴുവൻ കാണുന്നത് നേഴ്സസിനെയാണല്ലോ, എന്തുകൊണ്ടാണ് ഈ നേഴ്സസ് അല്ല ഈ ഓൺലൈൻ ബിസിനസ് ചെയ്യുന്നത്? സോഷ്യൽ മീഡിയ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ ഫേസ്ബുക്കിൽ കാണുന്ന മുഴുവൻ ഇങ്ങനെയുള്ള നേഴ്സസിന്റെ ആഡാണ്. അതുപോലെ യൂട്യൂബിലാണെങ്കിൽ അത് ഓണാക്കി കഴിഞ്ഞാൽ ഉടനെ കാണുന്നത് ഇതാണ്. എന്തുകൊണ്ടാണ് ഈ ഇത്രയും നേഴ്സസ് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് എന്തുകൊണ്ട് ഈ ബിസിനസ് ചെയ്യുന്നു? അപ്പം ഒരുപാട് പേര് ഈയിടെയായിട്ട് ഒത്തിരി ക്വസ്റ്റ്യൻ എന്നോട് ചോദിക്കുന്നുണ്ട്. അവർ പറയുന്നുണ്ട് അവർക്ക് തന്നെ അറിയില്ല എന്തുകൊണ്ടാണ് ഈ നേഴ്സസ് എല്ലാം ഇതിനകത്ത് ജോയിൻ ചെയ്യുന്നതെന്ന്. അപ്പം അങ്ങനെ ചോദിക്കുന്നവരോട് ഞാൻ ഓർത്തു, ഏതായാലും നമ്മൾ ലൈവ് പോകുക, ഇതിനൊരു ആൻസർ പറയാം. ഒന്നാമത്തെ കാര്യം, നമ്മളിപ്പോൾ നിങ്ങൾക്കറിയാം ഞങ്ങൾ 3 പേരും നേഴ്സസാണ്. നേഴ്സസിന്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ വെരി ബിസി ലൈഫാണ്, ഭയങ്കര സ്ട്രെസ്ഫുൾ ആണ് നമ്മുടെ ലൈഫ്. പണ്ടത്തേനെക്കാട്ടി കൂടുതൽ സ്ട്രെസ്സാണ് ഇപ്പം. ഒരുപാട് എല്ലാം അഡ്വാൻസ്ഡ് ആയെന്ന് പറഞ്ഞാലും ഇപ്പം ഹോസ്പിറ്റലിൽ ചെയ്യുന്ന ഞങ്ങൾക്കൊക്കെ അറിയാം, ദ അക്യൂറ്റി ഇൻ ദ ഹോസ്പിറ്റൽ ഈസ് വെരി 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 ഹൈ അല്ലെ. അപ്പൊ അത്രയും ഹൈ ആയിട്ടുള്ള അക്യൂറ്റി ഉള്ള ഒരു ക്ലിനിക്കൽ പ്ലേസിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പം നമുക്കത് ഫിസിക്കലി മെന്റലി നമ്മളെ എല്ലാം അഫക്റ്റ് ചെയ്യും. ഒരുപാട് പേര് വർക്ക് ഇഞ്ചറി ആയിട്ട് പാർഷ്യലി വർക്ക് ചെയ്യുന്നവരുണ്ട്. പിന്നെ നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഫുൾ ടൈം അതുപോലെയുള്ള ഒരു ബിസി എൻവയോൺമെന്റിൽ എത്ര കാലം നമ്മൾ ചെയ്യും, എത്ര വർഷം നമ്മൾ ചെയ്യും? ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്കിനി ഒരു 6-7 വർഷം കൂടെ എനിക്ക് ഈ ജോലി ചെയ്താൽ മതി. പക്ഷേ അല്ലാതെ ഇപ്പൊ യങ് ആയിട്ടുള്ളവർ അല്ലെ, ഒരു 30-40 years ഒക്കെ ആയവര്, ദേ സ്റ്റിൽ ഹാവ് ഗോട്ട് മെനി ഇയേഴ്സ് അല്ലേ.
കുറേ വർഷവും കൂടി അവർ ആ ഒരു ബിസി എൻവയോൺമെന്റിൽ അവർ ജോലി ചെയ്തെങ്കിലേ അവർക്ക് റിട്ടയർ ആകാൻ പറ്റത്തുള്ളൂ. അതുമല്ല അവർക്ക് നമ്മുടെ എക്സ്പെൻസ് എല്ലാം മീറ്റ് ചെയ്യണ്ടേ. അപ്പൊ അത്രയും എക്സ്പെൻസ് മീറ്റ് ചെയ്യണമെങ്കിൽ ഫുൾ ടൈം ജോലി ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പൊ ഇത്രയും ബിസി ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റിൽ അവർ വർക്ക് ചെയ്യുമ്പം ഒന്നില് ഇഞ്ചുറി ആകാൻ ചാൻസ് ഉണ്ട്. ഇഞ്ചുറി ആയില്ല നമ്മൾ എല്ലാ ടെക്നിക്കും എല്ലാ പോളിസി പ്രൊസീജിയർ അനുസരിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്താൽ തന്നെ നമുക്കൊക്കെ ഇഞ്ചുറി വരാനായിട്ട് ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ ഭയങ്കര സ്ട്രെസ്ഡ് ആണ്. നമ്മുടെ മെന്റൽ ഹെൽത്ത് റിയലി ഇത് ആ വാർഡിലെ ആ ബിസി നമ്മളെ ഒത്തിരി അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ വീട്ടിൽ വന്നാലും അത് റിഫ്ലക്റ്റ് ചെയ്യും. നമ്മുടെ സംസാരത്തിൽ കൂടെ നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ കൂടെ എല്ലാം നമ്മുടെ വീട്ടിൽ നമ്മുടെ പിള്ളേരും നമ്മുടെ ഹസ്ബൻഡും ഒക്കെ അത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അത്രയും ബിസി കഴിഞ്ഞ് നമ്മൾ വീട്ടിലോട്ട് വരും ചിലപ്പോൾ നമുക്ക് ആർക്കും ഇഷ്ടം വരത്തില്ല എന്തെങ്കിലും ഒന്ന് ചോദിക്കുന്നത്. നമുക്ക് ചിലപ്പം ദേഷ്യം വരും. കാരണം അത്രയും ടെൻസ്ഡ് ആയിട്ടായിരിക്കും നമ്മൾ വീട്ടിലോട്ട് വരുന്നത്. അപ്പം നഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ക്രിട്ടിക്കൽ തിങ്കിങ് ഉള്ള ആൾക്കാരാ. നമ്മളത് നമുക്കറിയാം ഇങ്ങനെ ഞാൻ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും എൻ്റെ അവസ്ഥ, അല്ലെങ്കിൽ വേർ ഐ വിൽ ബി, വാട്ട് വിൽ ഹാപ്പൻ ടു മീ. അതുകൊണ്ടാണ് നേഴ്സസ് ഒക്കെ ക്രിട്ടിക്കൽ തിങ്കിങ് ചെയ്ത് അവര് സ്മാർട്ടായിട്ട് ഇതുപോലെയുള്ള ഒരു ഓപ്ഷന് അവരുടെ ലൈഫിൽ അവരുടെ ശരിയാണ് റിസ്ക് എടുക്കുന്ന എല്ലാവർക്കും ഇഷ്ടമല്ല റിസ്ക് എടുക്കുന്നത്. ഇത് ശരിയാണോ, അപ്പൊ എൻ്റെ പൈസ പോകുമോ, ഞാൻ ചെയ്യണോ, എന്നെ കൊണ്ട് പറ്റുമോ, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ ആര് റിസ്ക് എടുത്ത് ചെയ്യുന്നോ, ഇപ്പൊ എൽസി ആണേലും നിഷ ആണേലും ഞാനാണേലും ഞങ്ങളായിട്ട് റിസ്ക് എടുത്തു. ഞങ്ങൾക്കൊന്ന് നോക്കണമെന്ന് വിചാരിച്ചു. ഇത് എന്താണ് ഈ ബിസിനസ് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ, മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്കും ഇത് ചെയ്യാം എന്നുള്ള ഒരു ധൈര്യത്തില് ഞങ്ങള് ബോൾഡായിട്ട് ആ ഒരു സ്റ്റെപ്പ് എടുത്തു. അപ്പം അതാണ് നേഴ്സസ് ഏറ്റവും കൂടുതൽ നേഴ്സസും ഡോക്ടേഴ്സും ഞങ്ങൾക്കൊക്കെ ഭയങ്കര സ്ട്രെസ്സാണ്. ആ ജോലിയുടെ സ്ട്രെസ് വെച്ച് നോക്കുമ്പോൾ ശരിയാ നമുക്ക് സാലറി കിട്ടുന്നുണ്ട്, നല്ല സാലറി ഉണ്ട്. ബട്ട് എന്നാ ബിസി ആയിട്ട് അത്രയും ജോലി ചെയ്താലും ഐ ഡോണ്ട് തിങ്ക് ആ ജോലിയുടെ അനുസരിച്ചായിരിക്കുകയല്ല നമുക്ക് പൈസ കിട്ടുന്നത്. നമുക്ക് കിട്ടുന്ന സാലറി അതിന്റെ അനുസരിച്ചായിരിക്കും. ഇപ്പം 9:30 ഡ്യൂട്ടി ഫിനിഷ് ആകുന്നതാണെങ്കിൽ സംടൈംസ് നമ്മൾ വരുന്നപ്പോഴാണ് 10 o'clock 10:15 10:30 ആകും ഈവനിങ്ങിലൊക്കെ ഡ്യൂട്ടി കഴിഞ്ഞ് വരാനായിട്ട്. അപ്പൊ അതൊന്നും ഓവർ ടൈം ആയിട്ടെങ്ങും കൂട്ടത്തില്ല. അപ്പൊ അത്രയും ബിസി ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റില് നമുക്ക് ഒരുപാട് നാള് അങ്ങനെ ജോലി ചെയ്യാനായിട്ട് പറ്റത്തില്ല. അത് നമ്മുടെ ഹെൽത്തിനെ തീർച്ചയായിട്ടും അത് ബാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ നഴ്സസ് എല്ലാവരും ഇതുപോലെ വളരെ സ്മാർട്ടായിട്ടുള്ള ഒരു ഡിസിഷൻ ഞങ്ങൾ എടുത്തത്. ഇനി ആർക്കെങ്കിലും ഞങ്ങളെ ഇപ്പോൾ കേട്ടോണ്ടിരിക്കുന്ന ആർക്കെങ്കിലും ഈ ബിസിനസ് ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ നിഷയുടെ അല്ലെ എൽസിയുടെ അല്ലെങ്കിൽ ഞങ്ങളുടെ 3 പേരുടെയും വെബ്സൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ വെബ്സൈറ്റിൽ നിങ്ങളുടെ ഫുൾ നെയിമും നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയും കൂടെ കൊടുത്തു കഴിയുമ്പം ഞങ്ങളുടെ ഓട്ടോമേറ്റഡ് സിസ്റ്റം വഴി നിങ്ങൾക്കൊരു ഇമെയിൽ വരും. അതിനകത്തൊരു 90 മിനിറ്റ്സ് ഫ്രീ വെബിനാർ ഉണ്ട്. ആ വെബിനാർ നിങ്ങൾ കണ്ടതിന് ശേഷം കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇതെന്താണ് അതിൻ്റെ അകത്തൊരു ബ്രീഫ് ഇൻഫർമേഷനേ ഉള്ളൂ. ബിക്കോസ് അതിൽ രജിസ്റ്റർ ചെയ്യുന്ന എല്ലാവരും ഇപ്പം ഈ ബിസിനസ് ചെയ്യാൻ ആഗ്രഹത്തോടെ ആയിരിക്കുകയില്ല, ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി ആയിരിക്കാം. അത് ജെന്യൂൻ ആയിട്ട് അത് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. ഒരു $149 പേ ചെയ്ത് കഴിയുമ്പോൾ ഈ ബിസിനസ്സിനെ കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷൻസും നിങ്ങൾക്ക് കിട്ടും. അതായത് ഏത് കമ്പനിയാണ്, നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മുടെ കമ്മീഷൻ എങ്ങനെയാണ്, എവറി സിംഗിൾ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ആ $149 പേ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിനകത്തുനിന്ന് എല്ലാ ഇൻഫർമേഷനും എടുക്കാം. അത് എടുത്തതിന് ശേഷം നിങ്ങളിപ്പം വിചാരിക്കുക, എനിക്കിഷ്ടമില്ല, എന്നെ കൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല, എനിക്കിത് ഇഷ്ടമല്ല, ദിസ് ഈസ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ. നിങ്ങൾ അങ്ങനെ വിചാരിക്കുക. 30 ഡേയ്സിന് മുന്നേ ആണ് നിങ്ങൾ മുന്നോട്ട് പോകണ്ടെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ആരുടെ വെബ്സൈറ്റ് നിങ്ങൾ രജിസ്റ്റർ ചെയ്തോ അവരെ കോണ്ടാക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ആ 149 വിതിൻ 24 hours നിങ്ങൾക്ക് റിട്ടേൺ ചെയ്യും. അത് കംപ്ലീറ്റ്ലി മണി ബാക്ക് ഗ്യാരണ്ടിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ 149 പേ ചെയ്താൽ യു ആർ നോട്ട് ഗോയിങ് ടു ലൂസ് എനിത്തിങ്. നിങ്ങൾക്ക് ആ ഫുൾ ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം മണി റിട്ടേൺ വാങ്ങിക്കണോ ഓർ ഗോ എഹെഡ്.
അപ്പോൾ ആ 90 മിനിറ്റ്സ് വെബിനാർ എന്ന് പറഞ്ഞാൽ അതിനകത്ത് കുറച്ച് ഇൻഫർമേഷനേ ഉള്ളൂ. കാരണം പലരും പറയാറുണ്ട് അത് കണ്ടിട്ട് എനിക്കൊന്നും മനസ്സിലായില്ല, അതിനകത്തൊന്നും ഇല്ല. കാരണം അത് എല്ലാവർക്കും വേണ്ടിയല്ല. അത് ഇങ്ങനെ ഒത്തിരി ആൾക്കാർ ചുമ്മാ ഇതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവർ ക്ലിക്ക് ചെയ്യുന്നവരും ഉണ്ട്. അപ്പം അത് നോക്കുമ്പോഴത്തേക്കിന് ആകെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഇതൊരു ഓൺലൈൻ ബിസിനസ്സാണ്. പിന്നെ ഇത് ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു ഓൺലൈൻ ബിസിനസ്സാണ്. നമ്മുടെ ഓൺ ടൈമിൽ നമുക്ക് ചെയ്യാം, വീട്ടിലിരുന്നുകൊണ്ട് ചെയ്യാം. അതുപോലെ ഓവർസീസിൽ നമ്മൾ ട്രാവൽ ചെയ്യുമ്പം അവിടെ ഇരുന്ന് ചെയ്യാം. ബിക്കോസ് ഓട്ടോമേറ്റഡ് സിസ്റ്റമാണ് ഇതെല്ലാം 90% കൺട്രോൾ ചെയ്യുന്നത്. അങ്ങനെയൊക്കെയുള്ള കുറച്ചൊരു ബ്രീഫായിട്ടുള്ള ഇൻഫർമേഷൻ മാത്രമേ ഉള്ളൂ ആ 90 മിനിറ്റ്സ് വെബിനാറിൽ. ഫർദർ ഇൻഫർമേഷൻ വേണമെങ്കിലാണ് നിങ്ങൾ ആ 149 പേ ചെയ്യേണ്ടത്. ചിലർ ചോദിക്കും എന്തുകൊണ്ടാണ് ഞാൻ ആ 149 പേ ചെയ്യേണ്ടതെന്ന്. കാരണം നിഷയാണെങ്കിലും ഞാനാണെങ്കിലും എൽസി ആണെങ്കിലും ഞങ്ങളെല്ലാവരും വന്നത്, അതായത് ഞങ്ങളുടെ അസോസിയേറ്റ്സ് ആയിട്ടുള്ള എല്ലാവരും ഈ ബിസിനസ്സിൽ വന്നത് ആ ഒരു പ്രോസസ്സിൽ കൂടെയാണ് ഞങ്ങളെല്ലാവരും വന്നത്. അപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുക, അല്ലെ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ജോലി ചെയ്യുകയാണെങ്കിൽ ഒരു പോളിസി ഉണ്ട്. അപ്പം ഞങ്ങളുടെ ഈ ബിസിനസ്സിന്റെ പോളിസിയാണത്. 149 പേ ചെയ്ത് കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് എല്ലാ ഇൻഫർമേഷൻസും കിട്ടുന്നതെന്ന്. അത് ആ 149 പേ ചെയ്ത് കഴിയുമ്പം നിങ്ങൾക്ക് കുറച്ചൊരു 2 hours ഒരു വീഡിയോസ് ഉണ്ട്. അത് ഷോർട്ട് വീഡിയോസ്, പിന്നെ കുറച്ച് വായിക്കാനുള്ള ഇൻഫർമേഷൻസ് അങ്ങനെയൊക്കെ ഉണ്ട്. അതായത് പ്രീ കോച്ചിങ് വീഡിയോസ്. അപ്പം നിങ്ങൾ അതെല്ലാം കണ്ടതിന് ശേഷം നിങ്ങൾ ഹാപ്പിയാണ് മുന്നോട്ട് പോകാൻ. അങ്ങനെ ഹാപ്പി ആണെങ്കിൽ നിങ്ങൾ മാനുവലി നിങ്ങളൊരു കോച്ചിങ് കോള് ബുക്ക് ചെയ്യുക. ഞങ്ങളുടെ കോച്ച് ഷെറിൻ ആൻഡ് റിഷാദാണ്. അവരും മലയാളീസാണ്. US അവർ വർക്ക് ചെയ്യുന്നു നേഴ്സായിട്ടും. റിഷാദ് ഒരു മാനേജറായിട്ടും വർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ മാനുവലി നമ്മുടെ ടൈം അനുസരിച്ച്, നമ്മുടെ ഡേറ്റ് കൺവീനിയൻ്റ് അനുസരിച്ച് നമ്മളൊരു കോച്ചിങ് കോള് ബുക്ക് ചെയ്യുക. അങ്ങനെ കോച്ചിങ് കോൾ എടുത്ത് പിന്നെ ബാക്കിയുള്ള സ്റ്റെപ്പൊക്കെ അവർ ഷെറിൻ അല്ലെങ്കിൽ റിഷാദ് എക്സ്പ്ലെയിൻ ചെയ്യും. ഇതാണ് ഇതിൻ്റെ ഒരു ഫുൾ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ആ 149 നമുക്കല്ല വരുന്നത്, ആരുടെ പേജിൽ പോകുന്ന അവർക്കല്ല പേ ചെയ്യുന്നത് എന്നുള്ളൊരു ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്. അത് കംപ്ലീറ്റ്ലി റീഫണ്ടബിൾ ആണ്. ഇഫ് യു ഡോണ്ട് വാണ്ട് ടു പ്രൊസീഡ്, അത് കംപ്ലീറ്റ്ലി റീഫണ്ടബിൾ ആണ്. പോലും പോകത്തില്ല. ഇത് മുമ്പോട്ട് പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് നമ്മുടെ സെയിൽസ് ഫണല്, നമ്മുടെ വെബ്സൈറ്റ്, ഇതെല്ലാം തന്നെ ഈ 149 ഇൻക്ലൂഡഡ് ആണ്. നമുക്ക് ലൈഫ് ലോങ് ട്രെയിനിങ് ആണ്. ഈ 149 റിന്യൂവലോ ഒന്നുമില്ല. അത് ലൈഫ് ലോങ് ആണ് മുമ്പോട്ട് പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം. ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് കംപ്ലീറ്റ്ലി റീഫണ്ടബിൾ. ഫെയറല്ലേ? അതെ 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 അതെ. ജാൻസി പറഞ്ഞ പോലെ ഈ നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ ചെയ്തോണ്ട്, ഞാനൊക്കെ നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ ചെയ്തോണ്ടിരുന്ന കഴിയുമ്പോഴത്തേക്കും എന്തോ ഒരു ഇറിറ്റബിൾ ആകുമായിരുന്നു. എനിക്ക് നൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. എനിക്ക് നൈറ്റ് ഡ്യൂട്ടി അന്ന് നൈറ്റ് സ്റ്റാർട്ടിങ് ആണെങ്കിൽ അന്ന് രാവിലെ തൊട്ട് എൻ്റെ ആറ്റിറ്റ്യൂഡ് ആൻഡ് ബിഹേവിയറിൽ അത് ചേഞ്ച് ആവും. ഹസ്ബൻഡിന് അത് ഒന്ന് നിനക്ക് നൈറ്റ് തുടങ്ങുമല്ലേ, നമ്മൾ ഇതിൽ നിന്ന് ജാൻസി എക്സ്പ്ലെയിൻ ചെയ്ത പോലെ ആ ഒരു സ്ട്രെസ്, നമ്മൾ ഒരു ഷിഫ്റ്റ് ചെയ്യാൻ ഇഷ്ടമില്ലെങ്കിൽ അതിൽ നിന്നുള്ള ഒരു മോചനം, അതിൽ നിന്നുള്ള ഒരു ഫ്രീഡം, ഒരു സൈഡ് ഹസിലിലൂടെ നമുക്ക് നേടാനായിട്ട് ഈ ഒരു സൈഡ് ബിസിനസ്സിലൂടെ, ഈ ഒരു ഓൺലൈൻ ബിസിനസ്സിലൂടെ നമുക്ക് എല്ലാവർക്കും ആ ഭാഗ്യം കിട്ടി. അതിന് താങ്ക് ടു ഗോഡ് നമ്മളെല്ലാം ഈ വഴിയിൽ എത്തിയതിന്. അതുപോലെ ആ ഒരു ഭാഗ്യത്തിന്റെ ഒരു പാട്ടാകാനായിട്ടാണ് നമ്മൾ ആൾക്കാരെ, നമ്മുടെ വ്യൂവേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യുന്നത്. നമ്മൾ ആ ഭാഗ്യത്തിൽ നമ്മൾ കിട്ടി. അത് റിയലൈസ് ചെയ്യാത്ത ആൾക്കാരെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നു നമ്മുടെ ഈ ലൈവിലൂടെ. എന്നിട്ട് അവർക്കത് മനസ്സിലാക്കി, അവർക്ക് നമ്മളെപ്പോലെ നമ്മളും തുടക്കത്തിൽ കൺഫ്യൂസ്ഡ് ആയിട്ടും ഡൗട്ട്ഫുൾ ആയിട്ടും ഒക്കെ ഇരുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ അവർക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ അവർ ഇൻട്രസ്റ്റഡ് ആയിട്ട് നമുക്ക് കിട്ടിയ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക്, ആ ഒരു ഭാഗ്യത്തിലേക്ക്, ഒരു പാട്ടാകാനായിട്ട് നമ്മൾ അവരെയും കൂടെ ഇൻവൈറ്റ് ചെയ്യുവാണ്. അപ്പോൾ thank you for all of our viewers, for whoever is watching from wherever from the world. Thank you, and Nisha and Jansi,
Thank you again. Thank you so much again for accepting my invite and coming to my page and clarifying, discussing, elaborating all these questions for all of our viewers. Thank you. Thank you very much. Thank you, Elsie. Thank you so much for giving me the opportunity to talk. Thank you so much, and thank you everyone who are watching us live or replay. Thank you so much. Thank you. Thank you, everyone. Thank you, Thank Nisha. you. Bye. Bye.